കോട ഉണ്ടല്ലോ ഫുള്ള് കേറിയിട്ട് നല്ല അടിപൊളി വ്യൂ. I was a heartbeat with no sound till you came around. Yeah, you showed me colors, light in the വ്യൂ ഒരു darkness. രക്ഷയില്ല, വ്യൂ അടിപൊളിയാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വഴി കുട്ടാ പൊന്നടാവേ, എന്തോ സ്കൂൾ ബസ്സാണോ വരുന്നത്? Stay the same, swear that we never lost the flame. Nostalgia, you're an echo in my head. Oh, nostalgia, like a symphony. ഡ്യൂക്ക് എടുത്ത സമയം മുതൽ ആലോചിച്ചുകൊണ്ടിരുന്നൊരു കാര്യമാണ് എനിക്ക് ഗ്യാപ്പ് റോഡിൽ ഇതുമായിട്ട് വണ്ടി ഓടിക്കണം എന്നുള്ളത്. ആൻഡ് ഫൈനലി ഞാനിപ്പോൾ നിലവിൽ ഗ്യാപ്പ് റോഡിലാണ്. ആൻഡ് 360 ഞാൻ നല്ലപോലെ പൊക്കി വെച്ചിട്ടുണ്ട്, നല്ല ഹൈറ്റിൽ. ആൻഡ് നല്ല നല്ല വീഡിയോസ് ഇവിടെ നിന്ന് ഓൾറെഡി നമ്മൾ ലാസ്റ്റ് ടൈമും നല്ലപോലെ വീഡിയോസ് വന്നിരുന്നു 360-ൽ. ആൻഡ് ടു ബി ഓണസ്റ്റ് ഇന്നും നല്ല അടിപൊളി വീഡിയോസ് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആൻഡ് ഈ വണ്ടി എടുത്തുകൊണ്ട് വന്നപ്പോൾ മുകളിലൊരു ആഗ്രഹമായിരുന്നു ഗ്യാപ്പ് റോഡിൽ ഓടിക്കണം എന്നുള്ളത്. ബിക്കോസ് ദിസ് ട്വിസ്റ്റീസ് ഈസ് റിയലി ഓസം. ഇതുപോലൊരു ബൈക്ക് കിട്ടിയിട്ട് ഇതുപോലത്തെ ട്വിസ്റ്റീസിൽ ഓടിച്ചില്ലേ പിന്നെ എവിടെ ഓടിക്കാനാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു സംഭവം നമ്മൾ സെറ്റായിട്ടുണ്ട്. എന്തായാലും നല്ല അടിപൊളിയാണ്, നോക്കട്ടെ. I was a lonely silhouette, needed somebody to show the way. Yeah, I was a heartbeat with no sound till you came around. Yeah, you showed me colors, light in the darkness. You were the only thing I needed. Then we got older, but we stayed the same. Swear that we never lost the flame. Nostalgia, you're an echo in my head. Oh, nostalgia, like a symphony of our memories. Oh, nostalgia, don't you ever
വ്യൂ കണ്ടിട്ട് നിർത്തിയതാണ്. ആൻഡ് ലുക്ക് അറ്റ് ദിസ്. കോട ഉണ്ടല്ലോ, ഫുള്ള് കയറിയിട്ട് നല്ല അടിപൊളി വ്യൂ കേട്ടോ, ഒരു രക്ഷയില്ല. ഫുള്ള് കോട കേട്ടോ. ഇപ്പോൾ എന്താ തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മേഘങ്ങളുടെ മുകളിൽ നമ്മളും മേഘം താഴെ എന്നുള്ളൊരു ഫീലിംഗ് ആണ്. നോക്കിയാൽ ഫുള്ള് കോട. ഇനിയിപ്പോൾ ഇത് കോട വന്ന് ഫുള്ള് കംപ്ലീറ്റ്ലി വന്ന് മൂടും. ആ ഒരു ഒന്നൊന്നര വ്യൂ ആട്ടോ, ഒരു രക്ഷയില്ല. സോ നമ്മൾ ഗ്യാപ്പ് റോഡിൽ അത്യാവശ്യം അടിച്ചു പൊളിച്ച് പോവാണ്. ആൻഡ് ഇന്നത്തെ ക്ലൈമറ്റ് നല്ല അടിപൊളിയാട്ടോ, ഒരു രക്ഷയില്ല. നല്ല അടിപൊളി ക്ലൈമറ്റും കാര്യങ്ങളുമാണ്. ആൻഡ് ടു ബി ഹോണസ്റ്റ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി വ്യൂസ്, ഒരു രക്ഷയില്ലാത്ത വ്യൂസ് എന്ന് പറഞ്ഞാൽ അമ്മാതിരി ഒരു രക്ഷയില്ലാത്ത വ്യൂസാണ്. നമ്മളിവിടെ വെള്ളച്ചാട്ടത്തിന് മുമ്പ്, ഇത് ആക്ച്വലി ഒരു വ്യൂ പോയിൻ്റ് ആട്ടോ. പുറകെ വണ്ടി വരുന്നുണ്ടോയെന്ന് അറിയില്ല. ആൻഡ് ദിസ് ഈസ് സംതിങ് റിയലി സൂപ്പർ. എന്തൊക്കെ പറഞ്ഞാലും നല്ല അടിപൊളി എന്ന് വെച്ചാൽ ഫുള്ള് കോട ഇറങ്ങിയിരിക്കുവാണ്. ആൻഡ് ഇന്നിപ്പോൾ ഓടിക്കുക, കാരണം ഇതുപോലെ ക്ലൈമറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു ഡിഫിക്കൽട്ടിയാണ്. ചില സമയത്ത് നമ്മളിപ്പോൾ 10,000 പ്രാവശ്യം വന്നാലും ചിലപ്പോൾ ഇങ്ങനൊരു വ്യൂ കിട്ടണം എന്നില്ല. ബട്ട് ഇന്ന് കിട്ടിയ ഒരു അടിപൊളിയായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും. 360 അങ്ങ് പൊക്കി വെക്കാം. ഞാൻ ആക്ച്വലി ഡിഫറെൻറ്റ് ആംഗിൾ ആക്ച്വലി ട്രൈ ചെയ്യുവാണ് 360-ൽ. സോ എങ്ങനെ ഫൈനൽ ഔട്ട്പുട്ട് വരുമെന്ന് എനിക്കറിയില്ല, ബട്ട് ഐ ആം ട്രൈയിങ് മൈ മാക്സ്. നല്ല പോലെ ഔട്ട്പുട്ട് വരാൻ വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്യുന്നത്. നോക്കട്ടെ. ബട്ട് നല്ല രീതിയിൽ ഷേക്ക് ആവുന്നുണ്ട്. ഐ തിങ്ക് എനിക്ക് ഈ ഒരു മൗണ്ട് ഒന്ന് മാറി വേറൊരെണ്ണം മേടിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ മൗണ്ടിൽ അത്ര സെറ്റ് ആവുന്നില്ല. ഐ തിങ്ക് എനിക്കൊരു മോട്ടോർ സൈക്കിളിൻ്റെ ഒരു മൗണ്ടും കൂടെ മേടിക്കണം. നോക്കട്ടെ. Just give me the word, you know I don't play right. Don't give me this, I'm gonna get back when I feel like. You know I don't play right, I'll put up a good fight. Just give me the word, you know I don't play right. You know I don't play right. Don't give me this, I'm gonna get back when I feel like. സോ അങ്ങനെ ഫൈനലി നമ്മൾ ഗ്യാപ്പ് റോഡ് കയറി ഇറങ്ങി. ആൻഡ് സൂര്യനെല്ലിക്കുള്ള വഴിയിലോട്ട് തിരിയാൻ വേണ്ടി പോവാണ്. ആൻഡ് ലെറ്റ്സ് സീ എത്ര കിലോമീറ്റർ കാണിക്കുന്നുണ്ടെന്ന് നോക്കട്ടെ. ഓഹോ, സോ ഇവിടുന്ന് 12 കിലോമീറ്ററാണ് സൂര്യനെല്ലി കാണിക്കുന്നത്. സോ അവിടെ നിന്നാണ് നമ്മളിങ്ങനെ വന്നത്. അവിടെ വാട്ടർഫോളിനകത്ത് വെള്ളം അധികമൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് ഷൂട്ട് ചെയ്തില്ല. 360-കകത്ത് ഐ തിങ്ക് റെക്കോർഡായിട്ടുണ്ട്. ആൻഡ് നമുക്ക് ലെഫ്റ്റാണ് പോകേണ്ടത് ഫോർ സൂര്യനെല്ലി. സോ ലെറ്റ്സ് ഗോ. എന്നിട്ട് വേണം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി സൂര്യനെല്ലി. സോ ഗട്ടറുള്ള വഴി കയറിയപ്പോൾ തന്നെ സ്റ്റാർട്ടായി. അയ്യോ, സോ ഇത്രയും വഴി മോശമാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ബട്ട് ചെന്ന് നോക്കാം എന്തായാലും. ഇനിയിപ്പോൾ മഴയൊക്കെ പെയ്തതിന് ശേഷമല്ല അല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഗട്ടറും ഒക്കെ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. പിന്നെ വഴിപ്പണിയും നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. വ്യൂ നല്ല അടിപൊളിയാണ്. നമ്മൾ ഗ്യാപ്പ് റോഡിൽ നിന്ന് കാണുന്നതിൻ്റെ ഇപ്പുറ സൈഡിലെ ഒരു വ്യൂ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ ഞാൻ ഒരുപാട് പ്രാവശ്യം ഗ്യാപ്പ് റോഡിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ ഈ എല്ലാ വണ്ടിയും മേടിക്കുമ്പോഴല്ലോ ഗ്യാപ്പ് റോഡിൽ ഓടിക്കുന്നതിൻ്റെ ഒരു ഫണ്ണ് അത് വേറെ ലെവലാണ് എനിക്ക്. സോ നമ്മുടെ ഇവിടെ എൻ്റെ ഇപ്പം നിലവിൽ ഞാൻ കോട്ടയത്താണ് താമസിക്കുന്നത്. അപ്പം കോട്ടയത്ത് നിന്ന് അടുത്ത് ഇതുപോലൊരു സ്ഥലം, ഇപ്പം നമ്മളൊരു റൈഡേഴ്സ് പാരഡൈസ് അല്ലെങ്കിൽ ഒരു റൈഡിങ് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു വഴി എന്ന് പറയുന്നത് ഗ്യാപ്പ് റോഡാണ്. അത് മൂന്നാർ ഗ്യാപ്പ് റോഡ് തന്നെയാണ്, വേറെ വഴികളൊന്നുമില്ല. സോ ഗ്യാപ്പ് റോഡിൽ 100 വന്നിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞപ്പോൾ മുതൽ എന്നാടാ നല്ല ഡോഗി കേട്ടോ. ഓക്കെ, പക്ഷേ വ്യൂ ഒരു രക്ഷയില്ല. വ്യൂ അടിപൊളിയാണ്. പക്ഷെ പ്രശ്നം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വഴി ഫുള്ള് മോശമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ പൊന്നടാവേ, ഇതെന്തോ സ്കൂൾ ബസ്സാണോ വരുന്നത്? ഇത്രയും സ്പീഡിൽ വരാൻ അവനല്ല പ്രാന്തമുണ്ടോ?
വഴിയൊക്കെ അത്യാവശ്യം ഇപ്പോൾ കുറച്ച് ഒരു കട്ടറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വഴിയൊക്കെ അത്യാവശ്യം നല്ല കേട്ടോ. നമ്മളിപ്പോൾ ആക്ച്വലി ചിന്നക്കനാലിലാണ്. ആൻഡ് ഒരു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വഴി വലിയ കുഴപ്പമില്ല ഇങ്ങോട്ട്. കാരണം ഞാൻ നിലവിൽ ഇപ്പം കയറിയപ്പോൾ ഒരു ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു, വഴി ഭയങ്കര മോശവും കാര്യങ്ങളുമായിരുന്നു. പക്ഷേ ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞപ്പോൾ വഴി വലിയ കുഴപ്പമില്ല, അത്യാവശ്യം വീതിയുണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പോൾ വഴിപ്പണി നടക്കുവാണ് ഇങ്ങോട്ടുള്ള. സോ അതുപോലെ തന്നെ നല്ല കേർവ്സൊക്കെ നല്ല ഹെവി കേർവ്സാണ്, പക്ഷെ നല്ല അടിപൊളിയാണ്. നമ്മളിപ്പോൾ എക്സാക്ട്ലി ചിന്നക്കനാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, തന്നെ ബോർഡുണ്ട് ചിന്നക്കനാൽ എന്നും പറഞ്ഞ്. ആൻഡ് പുറകിലൊരു ഫാത്തിമ എന്ന് പറഞ്ഞ സ്കൂളുണ്ടായിരുന്നു. അവിടെ നിന്നൊരു കൊച്ചെന്നെ കൈ കാണിക്കുന്നുണ്ടായിരുന്നു. സോറി മോളെ, ആക്ച്വലി എന്താ സംഭവം, ക്യാമറ ഓഫായിരുന്നു. ഈ ക്യാമറ കണ്ടിട്ടാണ് ഹായ് പറഞ്ഞെങ്കിൽ ക്യാമറ ഓഫായിരുന്നു. സോറി ഫോർ ദാറ്റ്. എന്തായാലും താങ്ക് യു. എന്തായാലും ഇപ്പം നിലവിൽ നമ്മൾ നേരെ സൂര്യനെല്ലി വിടുന്നു. സോ സൂര്യനെല്ലി ഈസ് 4 കിലോമീറ്റേഴ്സ്. കൊളുക്കുമലയും സ്ട്രെയിറ്റ് ആണ്. നോക്കട്ടെ. വാവ്, ക്യൂട്ടാട്ടോ. എനിക്ക് ഡോഗ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. ഡോഗ്സ് ആൻഡ് ക്യാറ്റ്സ്, ആനിമൽസിനോട് എനിക്കൊരു പ്രത്യേക സ്നേഹമാണ്, പ്രത്യേക വൈബാണ്. I was a lonely silhouette, needed somebody to show the way. Yeah, I was a heartbeat with no sound till you came around. Yeah, you showed me colors, light in the darkness. You were the only thing I needed. Then we got older, but we stayed the same. Swear that we never lost the flame. Nostalgia, you're an echo in my head. Oh, nostalgia, like a symphony of our memories. Oh, nostalgia, don't you ever slip away. Oh, nostalgia, like a symphony of our memories. Oh, like a symphony of our memories. Oh, what if the years turn into gold? The longer we live, yeah, the more we grow. We could be 100 miles apart, but it's never far. Yeah, you show me colors, light in the darkness. You were the only thing I needed. ആക്ച്വലി സൂര്യനെല്ലി കൊടുക്കുമല എക്സ്പ്ലോറിംഗ് ആണ് ആക്ച്വലി. സോ താഴെ ആക്ച്വലി ജീപ്പുകാർ പറഞ്ഞു അവിടെ ജീപ്പ് മാത്രമേ പോവുള്ളൂ. ആൻഡ് ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ്. കാരണം എനിക്ക് വലിയ താല്പര്യമില്ല ജീപ്പിൽ റൈഡ് ചെയ്യാൻ വേണ്ടി. നമ്മളെവിടെ പോയാലും നമ്മുടേതായിട്ടുള്ള ബൈക്കിൽ പോകാനാണ് എനിക്ക് താല്പര്യം. സോ അതുകൊണ്ട് തന്നെ യൂഷ്വലി ഐ എം ജസ്റ്റ് ഗോയിങ് വിത്ത് മൈ ബൈക്ക്. ഞാൻ വേറെ റൂട്ട് ഇങ്ങനെ ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നില്ല, ബട്ട് ഞാനിങ്ങനെ ഒരു എക്സ്പ്ലോർ പോലെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ഇവിടുത്തെ ഒരു സ്ട്രക്ചർ ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ. ഞാൻ ആസ് കമ്പാരിസൺ ടു മൂന്നാർ ആൻഡ് ഓൾ തിങ്സ്, അവിടെ കൂടുതലും ടീ ഫാമിംഗ് ആണ്, കാര്യങ്ങളാണ്. ബട്ട് ഇവിടെ ഉണ്ടല്ലോ വേറൊരു ലെവലാണ്, വേറൊരു വൈബാണ്. ആൻഡ് ടു ബി ഓണസ്റ്റ്, ഞാൻ ഇന്ന് വരെ ഇങ്ങനൊരു വഴി കണ്ടിട്ടേ ഇല്ല ഒരു യൂട്യൂബ് ചാനലിലോ ഒരു വ്ളോഗിങ്ങിലോ. ആൻഡ് വെരി കെയർഫുൾ. ഇവിടെ ആനിമൽ ക്രോസിംഗ് ഒക്കെ ഉള്ള എലഫൻറ്റ് ക്രോസിംഗ് സോണും കാര്യങ്ങളൊക്കെയാണ്. നല്ല പണി കിട്ടുക. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ കോളേജ് കൊണ്ട് വെച്ചേക്കുന്നത്, അത് കൊള്ളാലോ. സോ എല്ലാ പിള്ളേർക്കും രാവിലെ ഇവിടെ ഉള്ളവർക്ക് ആനേനെ കണി കാണാം. ഐ എം ജസ്റ്റ് ജോക്കിംഗ്, ആന കണി കാണാവാതിരിക്കട്ടെ. ബട്ട് ലുക്ക് അറ്റ് ദിസ് പ്ലേസ്, ഇറ്റ്സ് ലിറ്ററലി ഓസം. എന്തൊക്കെ പറഞ്ഞാലും നല്ല അടിപൊളി. ഞാൻ ആക്ച്വലി ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ വേറൊരു വഴി കാണിക്കുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് ടോപ്പിൽ പോകാൻ വേണ്ടി. ഞാൻ വെറുതെ ഓർത്ത് എന്തിനാണ് വെറുതെ ഷെയറിങ്ങിലാണേലും ഞാൻ എന്തിനാണ് ജീപ്പിൽ ക്യാഷ് കൊടുക്കുന്നത്, വെറുതെ ഞാൻ അവിടെ നിൽക്കണം, ജീപ്പിൽ പോകണം. സോ അതിലും നല്ലത് ഞാൻ വേറൊരു വഴി കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഐ എം ജസ്റ്റ് ലൈക്ക് ദാറ്റ്. കാരണം ഞാൻ എപ്പോഴും എൻ്റേതായിട്ടുള്ള വഴികൾ കണ്ടുപിടിക്കും. സോ ഫുൾ സ്ട്രക്ചർ ഇവിടെ വ്യത്യാസമുണ്ട് കേട്ടോ, ഒരുപാട് വ്യത്യാസമുണ്ട്. ഞാൻ മൂന്നാറുമായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ നിങ്ങളിപ്പോൾ 360 വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. കംപ്ലീറ്റ്ലി സ്ട്രക്ചർ ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ആൻഡ് ഒരു അടിപൊളിയൊരു ഫീല്. സോ ഇവിടെ എന്താ ഉള്ളത്, ഐ തിങ്ക് 6 കിലോമീറ്റേഴ്സ് സംതിങ് ഉണ്ട്, എന്തോ കാണാൻ വേണ്ടിയിട്ടുണ്ട്. മൗണ്ടൻ ക്ലബ് ഓർ സംതിങ്. സോ നമ്മൾ ബോധിമേട് വഴി കൂടെയാണ് പോകുന്നത്.
എനിക്കെന്ന് പറഞ്ഞാലുള്ള ഈ ജീപ്പ് സഫാരിയും കാര്യങ്ങളൊന്നും വലിയ താല്പര്യമുള്ള ഒരാളല്ല, ഷെയറിങ്ങിലാണ്. ബിക്കോസ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് എൻ്റേതായിട്ടുള്ള വണ്ടികളിൽ കറങ്ങാൻ എടുക്കുക എന്നുള്ളതാണ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ യൂഷ്വലി ഞാൻ അങ്ങനെ പ്രിഫർ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് ഇതുപോലെ ജീപ്പ് സഫാരിക്കൊന്നും പോകാൻ വേണ്ടി വലിയ താല്പര്യമൊന്നുമില്ല. ആൻഡ് ടു ബി ഓണസ്റ്റ്, സൂര്യനെല്ലി വരണം എന്നെൻ്റെ ഒരു ആഗ്രഹം. രണ്ടാമത് ഞാൻ ഓൾറെഡി പറഞ്ഞ എൻ്റെ വീഡിയോയിൽ ഞാൻ എന്തുകൊണ്ടാണ് സൂര്യനെല്ലി പ്ലാൻ ചെയ്തതെന്നുള്ളത്. സോ അങ്ങനെ ഒരു കാര്യമുണ്ട്. ആക്ച്വലി ഞാൻ ആ ഒരു വഴിയിലോട്ട് തന്നെയാണ് പോകുന്നത്. ആക്ച്വലി എനിക്ക് ലൊക്കേഷൻ ഇട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും നിലവിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഒന്ന് കവർ ചെയ്തിട്ട് അങ്ങോട്ട് പോകും. അവിടെ പോയി ആളെ ഒന്ന് കണ്ടിട്ട് എന്തായാലും ഞാൻ വ്ളോഗ് റീസ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ എന്തായാലും ഈ വ്യൂ എന്തായാലും എൻജോയ് ചെയ്യുക.
ഞാൻ പോയി നമ്മുടെ സബ്സ്ക്രൈബറിനെ കണ്ടു തിരിച്ച് പോരുന്ന വഴിയാണ്. ലൈക്ക്